നമ്മുടെ അയ്യത്ത് തന്നെ ഉണ്ടായ 100% ഓർഗാനിക് ആയിട്ടുള്ള പഴമാണ്. ഓർഗാനിക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഇത് ഫുള്ള് നമ്മൾ തന്നെ കഴിക്കാമെന്ന് കരുതി സേവ് ചെയ്തതാണ്. കുറച്ചധികം പഴുത്ത് പോയത് എന്നാൽ പിന്നെ ഒക്കെ പറിച്ച് നമ്മുടെ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി പോകുന്ന വഴിക്കാണ് ഇന്നലെ നമ്മൾ കൂട്ടിൽ പിടിച്ചിട്ട പിള്ളേർ പലരും അതുവഴി ഇതുവഴി പൊത്തുചാടി ഇറങ്ങി ഓടുന്നത് കണ്ടതാണ്. എന്നിട്ട് നേരെ നമ്മൾ ഈ പഴം നമ്മുടെ പിള്ളേർക്ക് കൊണ്ട് കൊടുത്തു. കൂട്ടിൽ കിടക്കുന്ന തത്തകൾക്ക് കൊടുക്കുന്ന പോലെ ഇതുകൊണ്ട് കൊടുക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവരെ ഇറങ്ങി ഓടിക്കളയും, പിന്നെ പിടിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇത് കുറച്ചങ്ങോട്ട് കൊടുത്തൊന്ന് ശാന്തമാക്കിയിട്ട് നമ്മൾ കൂട് തുറന്ന് അകത്തോട്ട് തീറ്റയിട്ട് കൊടുക്കാമെന്ന് കരുതി. എന്തായാലും നമ്മൾ അവിടെ ഇവിടെ എല്ലാമായിട്ട് കുറച്ചധികം വാഴക്കന്നുകൾ നട്ടു വെച്ചിട്ടുണ്ട്. കുറച്ച് പാളയംതോടത്തിൻ്റെ ആണെങ്കിൽ പാളയംതോടൻ്റെ ആണെങ്കിലും ഞാലിപ്പൂവിൻ്റെ ആണെങ്കിലും കപ്പയുടെ ആണെങ്കിലും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നമ്മുടെ കോഴിക്കാട്ടം തന്നെയാണ്, ഡ്രൈ ആയിട്ടുള്ള കോഴിക്കാട്ടം ഇട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലേ പണിപ്പാളും. അത് തന്നെയാണ് വളമായിട്ട് കൊടുക്കുന്നത്. അതിനുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് 100% ഓർഗാനിക് ആയിട്ടുള്ള പഴം കിട്ടുകയും ചെയ്യും. പോരാത്തതിന് അത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പീണ്ടി എടുത്ത് നമ്മുടെ പിള്ളേർക്ക് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. കൊത്തി അരിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ പിള്ളേർ വിശന്നിരിക്കുമ്പോൾ നല്ല രീതിക്ക് കൊത്തി പറിച്ച് തിന്നുന്നുണ്ട്. ഈ വാഴപ്പഴത്തിൻ്റെ നമ്മൾ പീണ്ടി എടുത്ത് കൊടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പക്ഷേ അവർ നാര് മാത്രം ബാക്കി വെച്ച് ഫുള്ള് കൊത്തിപ്പറക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മുടെ അകത്തെ പിള്ളേരുടെ അടുത്തേക്ക് പോകാൻ നേരത്താണ് ഇതെല്ലാം കണ്ടിട്ട് ഒരു പാവപ്പെട്ടവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടത്. അവൻ്റെ നോട്ടം കണ്ടിട്ട് പിന്നെ അവനെ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം തോന്നൂലേ എന്നുള്ള രീതിയിലാണ് അവൻ്റെ നോട്ടം. അത്ര ദയനീയമാണ്, അത്ര നിഷ്കളങ്കമാണ്, അത്ര സ്നേഹമാണ് അവൻ്റെ മുഖത്ത്. പക്ഷേ ഇതെല്ലാം കൂട്ടിൽ കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇവനെങ്ങാണ് ഇപ്പോൾ ചാടിപ്പോയി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇവൻ നമ്മളോട് കാണിക്കാറില്ല. അത്രത്തോളം അഹങ്കാരിയാണ് ഇവൻ. ഏതാണ് ബ്രീഡെന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു തരാം, ഇത് നാടൻ പട്ടിയുടെയും അതോടൊപ്പം തന്നെ പോമറേനിയൻ്റെയും ക്രോസാണ്. അപ്പോൾ കുറച്ച് നേരം ഇവനുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇത്രയും കുറ്റം പറയുമെങ്കിൽ ഇവൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൾ തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ. ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കണമെന്ന് കരുതി. ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് കോഴികൾക്ക് വെറും ചോറ് കൊടുക്കരുത്, ഒന്നെങ്കിൽ മുളക് പൊടിയും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന്. എന്തോ നെയ്യുടെ കേസാണെന്ന് പറയുന്നു, അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നമ്മളെ കോഴികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നെയ്യ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അത്ര പ്രശ്നമല്ല. കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ നാട് മൊത്തം ഈ നമ്മുടെ ഈ പുരയിടം കാണുന്നതും തൊട്ടപ്പുറത്തെ പുരയിടം എല്ലാം ഓടി ഇറങ്ങി കറങ്ങി നടക്കുന്നവരാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു പിള്ളേരുടെ കൂട്ടിൽ, അതായത് 4 ദിവസം പ്രായമുള്ളതായിട്ടുള്ള കൂട്ടിൽ നിന്നും 2 ആഴ്ചയോളം പ്രായം അടുക്കുന്ന ഇദ്ദേഹത്തിനെ പിടിച്ച് അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റാൻ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ മുഖഭാവമാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പിടിച്ച് ഇപ്പുറത്തോട്ട് ഇത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ പിടിച്ച് മാറ്റിയിടുന്ന കൂട്ടത്തിൽ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി പൂർണ്ണമായിട്ടും വെള്ളയായിട്ടിരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞാണ് എടുത്ത് നേരെ അപ്പുറത്തേക്ക് കൂട്ടിലേക്ക് വെച്ചു. അതിനുശേഷം നേരെ നമ്മൾ പോയത് നമ്മുടെ കരിങ്കോഴി കുട്ടികളുടെ അടുത്താണ്. നേരെ പഴം കൊടുത്തിട്ട് തിരിച്ച് അവരുടെ വയറൊന്ന് അടങ്ങിയ ശേഷം നമ്മൾ കുറച്ച് സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കാൻ വേണ്ടി കൂട്ടിലേക്ക് പോയി സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തതിനൊപ്പം തന്നെ ആ കൂട്ടത്തിൽ ഏറ്റവും വളർന്ന ആളെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടുണ്ട്. ഇദ്ദേഹം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട്. ചെറിയൊരു തൂക്കമൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-800 ഗ്രാം ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് തൂക്കിയിട്ടില്ല, ഒരു ഊഹം പറയുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിങ്കോഴി എന്നുള്ള സ്വഭാവങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് നിങ്ങളോടൊപ്പം കൂടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ വരുന്ന ചെറിയ ബ്രൗൺ നിറത്തിലുള്ള രോമങ്ങൾ ശരിക്കും കരിങ്കോഴികൾക്ക് അങ്ങനെയാണോ അതോ ഈ ഒരു കോഴികൾക്ക് ഇങ്ങനെ ആയതാണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോഴും ചുണ്ടിൻ്റെ തുമ്പത്തൊരു ചെറിയ വെള്ള നിറവും അതോടൊപ്പം തന്നെ നഖത്തിൻ്റെ തുമ്പത്തൊരു ചെറിയ വെള്ള നിറവും ഉണ്ട്. പക്ഷേ വായ്ക്കകമൊക്കെ തീർച്ചയായിട്ടും ഒരു കറുപ്പ് ചേർന്ന നിറത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് പൂർണ്ണമായിട്ടും കരിങ്കോഴിയാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളുക. ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ തൽക്കാലം എനിക്ക് അറിവില്ല. അതിനുശേഷം നമ്മൾ നേരെ തൊട്ടപ്പുറത്തെ കൂട്ടിലേക്ക് തിരിയുമ്പോൾ അവിടെ കിടക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ക്രോയിലറാണെന്ന് പറയപ്പെടുന്ന 5 കോഴികളാണ്. അതിനകത്ത് ഒരാളെ 2 പേരെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ക്രോയിലറാണോ സാസോയാണോ ഇനി ഏതാണെന്ന് അറിയില്ല. ക്രോയിലറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കോഴിയെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കഴിഞ്ഞ വട്ടം നമുക്ക് ഇതുപോലെ കിട്ടിയ 5 പിള്ളേരിലെ 2 പേരാണ് നമുക്ക് വളരെ സൈസുള്ള പൂവൻകുട്ടന്മാരായിട്ട് കിട്ടിയത്. അവരുടെ കൂടെയൊക്കെ ക്രോസ് ആയിട്ടാണ് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളുള്ളതെന്നും. അപ്പോൾ ഇതാണ് അതിനകത്ത് ഒരാൾ. എന്തായാലും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വലിച്ച് പുറത്തെടുത്തതാണ്. അധികം തൊണ്ടയിലിരുത്തി കുടുക്കി കൊല്ലണ്ടാന്ന് കരുതിയിട്ട് നേരെ പെട്ടെന്ന് കൂട്ടിലേക്ക് ഇടാം. ഒരാളെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായും കോഴികളുമായി ബന്ധപ്പെട്ട വീഡിയോയും നമ്മുടെ കരിങ്കോഴികളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ബ്രഹ്മക്കോഴിയെ വളർത്തുന്നതിനെ കുറിച്ച് കൂടെ ചിന്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പൊതുവേ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെ ഉണ്ടെന്നും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു സോ മച്ച്.